ജാതീയപരമായ അധിക്ഷേപങ്ങളെ അതിജീവിച്ച് കടന്നു വന്നിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ്. ആ കലാകാരനെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുടനീളം ഇത്തരത്തിലുള്ള ജാതീയ അധിക്ഷേപങ്ങൾക്കെതിരായിട്ടുള്ള വരികളാണുള്ളത്. ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള അയ്യങ്കാളി മുതൽ പലസ്തീൻ വിമോചന പോരാളികളുടെ യാസർ അറാഫത്തിന് വരെ അദ്ദേഹത്തിൻ്റെ വരികളിൽ പരാമർശിക്കുന്നു. ഇത് RSSനെയും സംഘപരിവാറിനെയും വിരളി കൊള്ളിക്കുകയാണ്. അദ്ദേഹത്തെ പാടുന്നത് തന്നെ തടസ്സപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തെ ജാതീയപരമായി അധിക്ഷേപിക്കുന്നതിലൂടെ മാനസികമായി തകർത്ത് അദ്ദേഹത്തിൻ്റെ വരികളെ, അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ നശിപ്പിക്കാം എന്നാണ് RSS കരുതുന്നതെങ്കിൽ അദ്ദേഹം ഇനിയും പാടും, ഇനിയും നിരവധിയായ വേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. RSSന്റെ ദളിത് രാഷ്ട്രീയത്തിൻ്റെ ദളിത് വിരുദ്ധതയുടെ മുഖമാണ് KP ശശികലയുടെ വായിൽ നിന്ന് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവമാണ്. DYFയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ തികച്ചും ഇതിനെതിരായി വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പാലക്കാട് വന്ന് നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയ്ക്കെതിരായി സൗത്ത് CIക്കാണ് DYFI പരാതി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മുൻപും KP ശശികലയുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള നിരവധിയായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതും അതുപോലെ ആണ് എന്ന് കരുതരുത്. ഇത്തരത്തിലുള്ള ഉയർന്നു വരുന്ന താഴെത്തട്ടിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അവരെ അപ്പാടെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്ന RSSന്റെ ദളിത് വിരുദ്ധ രാഷ്ട്രീയതയ്ക്കെതിരായി DYFയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിരോധം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഈ കേസെടുക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും കേസെടുക്കും എന്ന് തന്നെ മാത്രമല്ല, അദ്ദേഹത്തിനെതിരായി ഇനി ഒരിക്കലും ഒരു പൊതുവേദികളിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താതിരിക്കാനുള്ള വലിയ ഇടപെടൽ കൂടി ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ തുടർച്ചയായി പാലക്കാട് ഉൾപ്പെടെ വേടൻ വന്ന് പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം വലിയ അസഹിഷ്ണുതയാണ് ഇവിടുത്തെ BJP ഭരിക്കുന്ന നഗരസഭ ഉൾപ്പെടെ എടുത്തിട്ടുള്ളത്. ആ ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന നിരവധിയായ ആളുകൾ, ചെറുപ്പക്കാർ വേദിയിലേക്ക് കയറി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അതിനെതിരെ അസഹിഷ്ണുത കൂടുകയാണ്. ആ അസഹിഷ്ണുതയെല്ലാം തന്നെ കാറ്റിൽ പറത്തി വേടന എല്ലാ വിധത്തിലുള്ള ഐക്യദാർഢ്യവും DYFI ഒരു അവസരത്തിൽ നൽകാൻ ഉദ്ദേശിക്കുന്നു.